വെൽക്കം. തഹ്മനാണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാ ഹീമോഫിലസ് ഗ്രൂപ്പിനെ പറ്റിയാണ്. പ്രധാനമായിട്ടും നമ്മൾ പറയാ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയെ പറ്റി. ഏകദേശം 10ഓളം സ്പീഷീസ് ഉണ്ട്. ഇതിനകത്ത് ഹ്യൂമൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കും, മനുഷ്യനിൽ രോഗമുണ്ടാക്കുന്ന 10ഓളം സ്പീഷീസ് ഉണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ തന്നെയാണ്. ദെൻ രണ്ടാമത്തത് ഹീമോഫിലസ് പാരാ ഇൻഫ്ലുവൻസ ഉണ്ട്. ദെൻ ഹീമോഫിലസ് ഡുക്രേയി ഉണ്ട്. സോ ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാം. ഇനി മറ്റുള്ളവ ഹീമോഫിലസ് ഹീമോലിറ്റിക്കസ് ഉണ്ട്, ഈജിപ്തിനം ഉണ്ട്, അപ്രോഫിലിസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ആൻഡ് ഇവയെല്ലാം തന്നെ പാസ്റ്റുറല്ലേസേ ഫാമിലിയിൽ വരുന്നതാണ്. പാസ്റ്റുറല്ലേസിയെ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നതാണ് ഇതെല്ലാം. ആൻഡ് ഫസ്റ്റ് പോയിന്റ്, ഇവയെല്ലാം തന്നെ ഗ്രാം നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് എന്നുള്ളതാണ്. സോ ഗ്രാം സ്റ്റെയിനിങ്ങിൽ എന്ത് കളർ കിട്ടും? ഗ്രാം സ്റ്റെയിനിങ്ങിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും കിട്ടുക. അപ്പൊ ഇത് കോക്കയാണോ ബാസില്ലയാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമാണ്. സോ ദീസ് ആർ കോക്കോ ബാസില്ലസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. നെയ്തർ കോക്കൈ നോർ ബാസിൽ, വിവിധ ഷേപ്പിൽ വരുന്നത്. സോ ദീസ് ആർ പ്ലിയോമോർഫിക് ആണ്. പ്ലിയോമോർഫിക് എന്നാണ് നമ്മൾ പറയുക. സോ ഇത് എക്സിബിറ്റ് പ്ലിയോമോർഫിസം. ആൻഡ് ഡയറക്റ്റ് സ്മിയർ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കൊക്കോ ഷേപ്പിലായിരിക്കും, കൊക്കൈ പോലെ ഇരിക്കും. ആൻഡ് അതിന്റെ കോളനി എടുത്തു കഴിഞ്ഞാൽ ലോങ് ബാസില്ലറി ഫിലമെന്റസ് ആയിട്ടൊക്കെ കാണാം എന്നുള്ളത്. അപ്പോൾ സി എസ് എഫ് എടുത്തു കഴിഞ്ഞാൽ ലോങ് ബാസില്ലറി ഫിലമെന്റസ് ആയിട്ട് കാണാൻ പറ്റും. സ്പ്യൂട്ടം സാമ്പിൾ ഒക്കെ ആണെങ്കിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് കോക്കോ ബാസില്ലേ രൂപത്തിലായിരിക്കും കാണുക. സോ ദീസ് ആർ നെയ്തർ റോട്ട് നോർ ഓവൽ, ദീസ് ആർ പ്ലിയോമോർഫിക് ഇൻ നേച്ചർ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തത് ദീസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണെന്നുള്ളതാണ്. സോ ദീസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റുകൾ ആണ്. കമൻസൽ ഓൺ മ്യൂക്കസ് മെംബ്രെയിൻ, റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ സാധാരണ കണ്ടേക്കാം. ആൻഡ് ഹീമോഫിലസ് ഡുക്രേയി ആണെങ്കിൽ സാധാരണ ജെനിറ്റോ യൂറിനറി ട്രാക്റ്റിലാണുള്ളത്. ഇത് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. നാലാമത്തെ പോയിന്റ്, ഇവ നോൺ മോട്ടൈൽ ആണ്. നോൺ മോട്ടൈൽ എന്ന് പറയുമ്പോൾ ഇവയ്ക്ക് ഫ്ലജെല്ലവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നോൺ മോട്ടൈൽ മാത്രമല്ല നോൺ സ്പോർ ഫോമിങ്, നോൺ സ്പോറിംഗ് എന്ന് നമുക്ക് എഴുതാം. സോ സ്പോർ ഉണ്ടാക്കുന്നില്ല. ഇനി എയറോബിക് ആണോ അനൈറോബിക് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദീസ് ആർ എയ്റോബിക് ആണ്. പക്ഷെ ചിലത് ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സും ഉണ്ടാകാം. സോ മോർ ഇൻ എയ്റോബിക് കണ്ടീഷൻസ് ദാൻ അനൈറോബിക് കണ്ടീഷൻസ്. ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസേ എന്ന പേര് ഒരു മിസ്നോമറാണ്. ഇത് ഇൻഫ്ലുവൻസയൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ ഉള്ളവരിൽ ഇത് കണ്ടെത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് ഇത് വന്നത്. ആൻഡ് ഇതിനപ്പോ വേറൊരു പേരുണ്ട്. അതിന്റെ പേര് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ്, പിഫേഴ്സ് ബാസില്ലസ് എന്നും ഇതിന് പേരുണ്ട്. ഇനി ഇവയുടെ വിറുലൻസ് ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ക്യാപ്സ്യൂൾ ആണ്. ക്യാപ്സ്യൂൾ ഉണ്ട്. ആൻഡ് ഈ ക്യാപ്സ്യൂളിനെ പറ്റി നമുക്ക് പുറകെ പറയാം. ആൻഡ് രണ്ടാമത്തത് IgA പ്രോട്ടിയേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. IgA പ്രോട്ടിയേസ് ഉണ്ട്. ഇത് IgA ക്ലീവ് ചെയ്യും. അപ്പോൾ മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇൻവേഷനൊക്കെ സഹായിക്കും. 3 ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ, ഏറ്റവും പുറത്തുള്ള മെംബ്രെയിൻ പ്രോട്ടീനിൽ LPS ഓർ പോളിസാക്കറൈഡ്സ്, ലിപ്പോപോളിസാക്കറൈഡ്സ് ഉണ്ട്. ആൻഡ് ഈ LPS ആണ് റെസ്പിറേറ്ററി ട്രാക്റ്റിലെ സീലിയെ പാരലൈസ് ചെയ്യുക. സോ സീലിയെ പാരലൈസ് ചെയ്ത് കഴിയുമ്പോൾ ലങ്സിന്റെ സീലിയറി ക്ലിയറൻസിനെ ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിനവിടെ കൂടുതലായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ആൻഡ് നാലാമത്തത്, ഇത് ഹോസ്റ്റ് സെല്ലിൽ ഒട്ടിച്ചേരാനായിട്ട് പൈലെ അല്ലെങ്കിൽ ഫിംബ്രിയെ അങ്ങനെയൊക്കെയുള്ള അതർ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കും. അഞ്ചാമത്തത്, ദീസ് ഹാവ് സം എൻഡോടോക്സിൻസ് ഉണ്ട്. ഇത് ഹിസ്റ്റമിൻ റിലീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി ഈ ഹീമോഫിലസ്, പ്രത്യേകിച്ച് ഹീമോഫിലസ് ഇൻഫ്ലുവൻസയ്ക്ക് ക്യാപ്സ്യൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതിന് ക്യാപ്സ്യൂൾ ഉണ്ട്, ചിലതിന് ക്യാപ്സ്യൂൾ ഇല്ല. സോ ക്യാപ്സുലേറ്റഡിനെ നമ്മൾ ഇൻവേസീവ് എന്ന് വിളിക്കും. ഇൻവേസീവ് ഓർ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ വെച്ചിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതായുണ്ട്. ടൈപ്പബിൾ സ്ട്രെയിൻസ് എന്ന് വിളിക്കും. ആൻഡ് അല്ലാത്തതിനെ നമുക്ക് നോൺ ക്യാപ്സുലേറ്റഡ്, ക്യാപ്സ്യൂൾ ഇല്ലാത്തത് നോൺ ക്യാപ്സുലേറ്റഡ് അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് അല്ലെങ്കിൽ നോൺ ടൈപ്പബിൾ എന്നും നമുക്ക് പേര് വിളിക്കാം. സോ എല്ലായിടത്തും നോൺ ഉണ്ട്. ടൈപ്പബിൾ സ്ട്രെയിൻസ് ആൻഡ് നോൺ ടൈപ്പബിൾ സ്ട്രെയിൻസ് അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് ആൻഡ് ഇൻവേസീവ്. ഈ ക്യാപ്സുലേറ്റഡിലെ ഈ ക്യാപ്സുലാർ പോളിസാക്കറൈഡ് വെച്ചിട്ട്, ക്യാപ്സുലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദിസ് പോളിസാക്കറൈഡ് ആണുള്ളത്. ഈ സാക്കറൈഡ് വെച്ചിട്ട് H ഇൻഫ്ലുവൻസയെ നമുക്ക് 6 സീറോ ടൈപ്പ് ആയിട്ട് തിരിക്കാം. 6 സീറോ ടൈപ്പ് നമ്മൾ H ഇൻഫ്ലുവൻസ എന്ന് എഴുതുന്നു. ഇൻഫ്ലുവൻസ ABCDEF ഇങ്ങനെ 6 എണ്ണം സ്മോൾ ലെറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇതിൽ സീറോ ടൈപ്പ് B എന്ന് പറയുന്നത്, സോ H ഇൻഫ്ലുവൻസ സീറോ ടൈപ്പ് B ആണ് ഏറ്റവും ഡേഞ്ചറസും. സോ അതിനെ നമ്മൾ ഹിബ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക, ഹിബ്. ആൻഡ് ഇതാണ് ഏറ്റവും ഡേഞ്ചറസ്. ആൻഡ് ഇതിനകത്ത് ഈ ക്യാപ്സ്യൂളിനകത്തുള്ള സംഭവം റൈബോസ് ഉണ്ട്, റിബിറ്റോൾ ഉണ്ട്, ഫോസ്ഫേറ്റ്. റൈബോസ്, റിബിറ്റോൾ ആൻഡ് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പോളി റൈബോക്സി റിബിറ്റോൾ ഫോസ്ഫേറ്റ് ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ പോളി റിബിറ്റോൾ ഫോസ്ഫേറ്റ് PRP എന്നാണ് നമ്മൾ എഴുതുക. ആൻഡ് ദിസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ എന്താ ചെയ്യുക, ആന്റി ഫാഗോസൈറ്റിക് ആണ്. ദെൻ ഓൾസോ ഇറ്റ്
ഇറ്റ് ഹാസ് ഗോട്ട് ആന്റി കോംപ്ലിമെന്റ് ആക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതാണ് ഹിബ് PRP. സോ ഇതാണ് വിവിധ സീരിയസ് രോഗങ്ങൾ ഉണ്ടാക്കുക. ഇൻവേസീവ് ടൈപ്പബിൾ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് ആണ് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ പലതും ഉണ്ടാക്കുക. ഇനി ഈ ക്യാപ്സ്യൂൾ അപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്തായിരിക്കും ക്യാപ്സ്യൂളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ഇന്ത്യൻ ഇങ്ക് ആയിരിക്കും ഉപയോഗിക്കുക. ഇന്ത്യൻ ഇങ്ക് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സ്ട്രെയിനിങ് ആണ് എന്ന് നമുക്കറിയാം. നെഗറ്റീവ് സ്ട്രെയിനിങ് ആണ്. ദെൻ പിന്നെ ഒരെണ്ണം ചെയ്യാവുന്നത് ക്വില്ലിംഗ് റിയാക്ഷൻ ആണ്. ക്വില്ലിംഗ് റിയാക്ഷൻ എന്ന് വെച്ചാൽ മിക്സ് വിത്ത് ടൈപ്പ് ബി ആന്റിസിറം. പിന്നെ അത് ആന്റിജൻ ഉണ്ട്. ആന്റിസിറം ആയിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പർപ്പിൾ കളർ ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഇനി പേര് ഹീമോഫിലസ് എന്നാണ്. ഹീമോഫിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ലവിങ് എന്നാണ് അർത്ഥം. ബ്ലഡിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സോ ഇവയ്ക്ക് വളരാൻ ബ്ലഡിൽ നിന്നുള്ള ചില ഫാക്ടേഴ്സ് വേണം. ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയ്ക്കൊക്കെ വളരാനായിട്ട് ബ്ലഡിൽ നിന്ന് ഫാക്ടർ എക്സ് അല്ലെങ്കിൽ 10 എന്ന് നമുക്ക് പറയാം. അതിന്റെ പേര് ഹെമിൻ എന്നാണ്. ഹെമിൻ എന്ന് പറയുന്ന ഫാക്ടർ ആൻഡ് ദിസ് ഈസ് ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫാക്ടർ ആണ്. ആൻഡ് രണ്ടാമത്തെ ഫാക്ടർ വേണ്ടത് ഫാക്ടർ V അല്ലെങ്കിൽ ഫാക്ടർ 5 എന്നും പറയാറുണ്ട്. ആൻഡ് ദിസ് ഈസ് NAD ആണ്. NAD. സോ ഇത് രണ്ടും വേണം എന്നുള്ളതാണ്. പക്ഷെ H പാരാ ഇൻഫ്ലുവൻസയ്ക്ക് ഇത് ഇൻഫ്ലുവൻസയാണ്. പാരാ ഇൻഫ്ലുവൻസയ്ക്ക് ആണെങ്കിൽ അതിന് V ഫാക്ടർ മാത്രം മതി. V മതി. X ഫാക്ടർ അത് തന്നെ ഉണ്ടാകും. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ദീസ് ആർ ഫാസ്റ്റീഡിയസ് ആണ്. ഫാസ്റ്റീഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക മീഡിയം ഓർ ഗ്രോത്ത് റിക്വയർമെന്റ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് ന്യൂട്രിയന്റ് അഗറിൽ ഇത് വളരുമോ എന്ന് ചോദിച്ചാൽ വളരില്ല എന്ന് നമുക്ക് പറയാം. സോ 5% ഹൗസ് ഓർ റാബിറ്റ് ബ്ലഡ് അഗറിലാണ് ഇത് വളർത്തുക. ബ്ലഡ് അഗറിൽ X ഫാക്ടർ മാത്രമേ ഉള്ളൂ. പക്ഷെ V ഫാക്ടർ ഇല്ല. ഹീമോളിസിസ് നടന്നു കഴിഞ്ഞാൽ V ഫാക്ടർ പുറത്തു വരും. ആൻഡ് ബ്ലഡ് അഗറിനകത്ത് NADAs ഉണ്ട്. ആൻഡ് ഇത് V ഫാക്ടറിനെ നശിപ്പിക്കുകയും ചെയ്യും. സോ ബ്ലഡ് അഗറിന് പകരം നമ്മളിപ്പോൾ ചോക്ലേറ്റ് അഗറാണ് ഉപയോഗിക്കുക. ചോക്ലേറ്റ് അഗർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് അഗർ എന്ന് വെച്ചാൽ എന്തോ ദാറ്റ് ഈസ് ഹീറ്റഡ് ബ്ലഡ് അഗർ ആണ് ചോക്ലേറ്റ് അഗർ. സോ ചോക്ലേറ്റ് അഗർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളിത് വളർത്താൻ. പക്ഷെ ബ്ലഡ് അഗറിൽ വളരുന്ന ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അത് ഡുക്രൈ ബ്ലഡ് അഗറിനകത്ത് വളരും എന്നുള്ളതാണ്. സോ ഡുക്രൈ വളരും. ആൻഡ് ഓൾസോ ഹീമോഫിലസും ബ്ലഡ് അഗറിനകത്ത് വളരും. മറ്റുള്ള വളരാനായിട്ട് ചോക്ലേറ്റ് അഗർ വേണ്ടി വരും. സോ H ഇൻഫ്ലുവൻസേഴ്സ്. സോ ഫോർ H ഇൻഫ്ലുവൻസയ്ക്ക് V ആൻഡ് X ഫാക്ടർ രണ്ടും വേണം. ആൻഡ് പാരാ ഇൻഫ്ലുവൻസയ്ക്ക് V ഫാക്ടർ മാത്രം മതി. ആൻഡ് ഡുക്രൈ ആണെങ്കിൽ X ഫാക്ടർ മാത്രം മതി. V വേണ്ട. ഇനി ഇവിടെ ഗ്രോത്ത് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫിനോമിനൻ നമുക്ക് കാണാം. അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റിസം എന്ന് പറയും. സോ ബ്ലഡ് അഗറിൽ ഇപ്പോൾ ഇത് ബ്ലഡ് അഗർ ആണെന്ന് വയ്ക്കുക. ഇവിടെ നമ്മൾ സ്റ്റെഫലോകോക്കസ് ഓറിയസോ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ നിസീരിയ ഒക്കെ വളർത്തിയാൽ ആൻഡ് ദീസ് ക്യാൻ പ്രൊഡ്യൂസ് ഹീമോലിസിസ് ഉണ്ടാക്കാം അല്ലെ. ഹീമോലൈസിസ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ V ഫാക്ടർ റിലീസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ. സോ നമ്മളപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെഫലോകോക്കസ് ഓറിയസ് പോലെയുള്ള സ്ട്രീക്ക് ചെയ്ത ബ്ലഡ് അഗറിനകത്തേക്ക് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ഇവിടെ ഇതിന്റെ ഹീമോഫിലസിന്റെ വലിയ കോളനീസ് ഒക്കെ ഇവിടെ കാണുകയും ഇവിടെയൊക്കെ ചെറിയ കോളനിയൊക്കെ ആയിരിക്കും. അടുത്തായിട്ട് വലിയ കോളനികൾ കാണുന്നതിനെയാണ് നമ്മൾ സാറ്റലൈറ്റിസം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഹീമോലിസിസ് V ഫാക്ടർ ഈസ് റിലീസ്. ഇവയ്ക്ക് വളരാനായിട്ട് V ഫാക്ടർ വേണം. അപ്പോൾ ഇതവിടെ കൂടുതൽ വളരും. ഇവിടെയൊന്നും അധികം വളരില്ല. ഈ ഭാഗത്തായിട്ട് കൂടുതലായിട്ട് വളരുന്നതുകൊണ്ടാണ് സാറ്റലൈറ്റിസം എന്ന് പറയുന്നത്. സോ എക്സെപ്ഷൻ ഈസ് ഡുക്രൈ. ഹീമോഫിലസ് ഡുക്രൈക്ക് സാറ്റലൈറ്റിസം ഇല്ല. ഹീമോഫിലസ് ആഫ്രോഫിലസ് എന്ന് പറയുന്നതിനും സാറ്റലൈറ്റിസം ഉണ്ടാക്കുന്നില്ല. സോ സറൗണ്ടിങ് സോൺ ഓഫ് ഹീമോലിസിസ് ബൈ അതർ ഓർഗാനിസംസ് ദിസ് ഹീമോഫിലസ് വിൽ ഗ്രോ. കൂടുതലായിട്ട് വളരും. അതാണ് സാറ്റലൈറ്റിസം. അപ്പൊ ഇനി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പോലുള്ളവയുടെ ട്രാൻസ്മിഷൻ ഡുക്രൈഡ് അല്ല ഞാൻ പറയുന്നത്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പോലുള്ളവയുടെ ട്രാൻസ്മിഷൻ ഈസ് ബൈ എയറോസോളൈസ്ഡ് ട്രാൻസ്മിഷൻ ആണ്. ദാറ്റ് ഈസ് വയ ഇൻഹലേഷൻ ഓഫ് എയർബോൺ ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഇത് ഉണ്ടാവുക. ആൻഡ് ദിസ് വിൽ അറ്റാച്ച് ദ റെസ്പിറേറ്ററി മ്യൂക്കോസ ആൻഡ് എൻഡേഴ്സ് ടു ദ ബ്ലഡ് സ്ട്രീം. അപ്പൊ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിഗ്രഡേറ്ററി അല്ലെങ്കിൽ സെക്രീറ്ററി IgA പ്രോട്ടിയേസ് വെച്ചിട്ട് വളർന്ന് അതവിടെ ക്ലീവ് ചെയ്ത് വളർന്ന് മ്യൂക്കോസയിൽ അറ്റാച്ച് ചെയ്യും. ദെൻ പൈലി ഫിംബ്രി വഴിയൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് വളരും. അപ്പോൾ ഇനി H ഇൻഫ്ലുവൻസ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. അക്യൂട്ട് ഇൻഫെക്ഷൻ ഡ്യൂ ടു ഇൻവേസീവ് ഓർ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പബിൾ സ്ട്രെയിൻസ് വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ. ആൻഡ് ഇത് ഇൻവേസീവ് ഓർ ടൈപ്പബിൾ കൂടുതൽ ഉണ്ടാകുന്നത് കിഡ്സിലാണ്, കുട്ടികളിലാണ് ഇത് കൂടുതൽ. ഇൻ ചിൽഡ്രൻ പ്രത്യേകിച്ച് H ഇൻഫ്ലുവൻസ സീറോ ടൈപ്പ് B എന്ന് പറയുന്നത് ഹിബ് എന്ന് നമ്മൾ പറയും. സോ ഹിബ് മൂലമാണ് കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് എന്ന് പറയുന്ന സംഭവമാണ് ഒരെണ്ണം. അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് എപ്പിഗ്ലോട്ടിസ്. സോ ഇത് മൂലം അപ്പോൾ ഫീവർ ഉണ്ടായിരിക്കും, ഡിസ്ഫേജിയ ഉണ്ടായിരിക്കും, മഫിൾഡ് വോയിസിന് തകരാറ്, സ്ട്രൈഡർ എന്ന് വെച്ചാൽ ഹൈലി പിച്ച്ഡ് വീസിംഗ് സൗണ്ട് ആണ് സ്ട്രൈഡർ എന്ന് പറയുന്നത്. രോഗിയുടെ ഇരിപ്പ് പൊസിഷൻ ട്രൈപോഡ് പൊസിഷൻ ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുക. ദെൻ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത്
അകത്ത് തമ്പ് പ്രിന്റ് സൈൻ പോലുള്ളതും കാണാനായിട്ട് പറ്റും. ആൻഡ് ഇത് 2 to 8 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ. ആൻഡ് ഇതിന്റെ ഏറ്റവും പ്രശ്നം റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ വരാം. റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ട് അർജന്റായിട്ട് ട്രക്കിയോസ്റ്റോമി ഒക്കെ ചെയ്യേണ്ടി വരും. ശ്വാസം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ പ്രശ്നം മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് ഇത് റെസ്പിറേറ്ററി ട്രാക്ക് വഴിയായിരിക്കും കയറുക, എന്നിട്ട് അത് ബാക്ടീരിയമി ഉണ്ടായി കഴിയുമ്പോൾ CSFനകത്തേക്ക് മെനിഞ്ചസിനെയൊക്കെ ബാധിക്കും. ഒരു 3 മാസം ടു 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഉണ്ടാക്കുക. പയോജനിക് മെനിഞ്ചൈറ്റിസ് വിത്ത് സബ്ഡ്യൂറൽ എഫ്യൂഷൻ. സോ ഇതാണ് സാധാരണ ഉണ്ടാക്കുക. പിന്നെ ഒരു സീരിയസ് പ്രശ്നം ബാക്ടീരിയൽ ട്രക്കൈറ്റിസ് ആണ്. ട്രക്കിയൈറ്റിസ് എന്ന് പറയുന്ന സീരിയസ് പ്രശ്നമാണ്. പിന്നെ 4ാമത്തത് സെല്ലുലൈറ്റിസ് ആണ്. സെല്ലുലൈറ്റിസ് ഉണ്ടാകുന്നത് മിക്കവാറും ചീക്കിലാണ്. മുഖത്ത് ചീക്കിനാണ് ഉണ്ടാകുന്ന പെയിൻ, റെഡിഷ്, ബ്ലൂ ഇൻഫ്ലെയിംഡ് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ദെൻ അക്യൂട്ട് പാരഞ്ചൈറ്റിസ് ഉണ്ടാക്കാം, ഫാരിഞ്ചൈറ്റിസ് ഉണ്ടാക്കാം. കണ്ണിനകത്താണെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കാം. ദെൻ ഓൾസോ ന്യൂമോണിയ ഒക്കെ ഉണ്ടാക്കാം. ഇനി നോൺ ക്യാപ്സുലേറ്റഡ് ഓർ ടൈപ്പബിൾ വഴിയാണെങ്കിലോ, നോൺ ഇൻവേസീവ് അല്ലെങ്കിൽ നോൺ ക്യാപ്സുലേറ്റഡ് ഓർ ടൈപ്പബിൾ വഴി ഉണ്ടാകുന്നത് ഒന്ന് ഓട്ടൈറ്റിസ് മീഡിയ ആണ്. ഓട്ടൈറ്റിസ് മീഡിയ കുട്ടികളിൽ നോൺ ക്യാപ്സുലേറ്റഡ് വഴിയും ഉണ്ടാക്കാം. ദെൻ മുതിർന്ന ആൾക്കാരിൽ എൻക്യാപ്സുലേറ്റഡ് വഴിയും ഉണ്ടാക്കാം. ദെൻ ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കാം, സൈനുസൈറ്റിസ് ഉണ്ടാക്കാം. എൽഡറിൽ മുതിർന്ന ആൾക്കാരിൽ ന്യൂമോണിയ ഉണ്ടാക്കാം. ദെൻ കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയ ഉണ്ടാക്കാം. ദെൻ ജെനിറ്റോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാം. ഇനി ഹീമോഫിലസ് ഡുക്രേയി വഴി ഉണ്ടാകുന്ന അസുഖം പറയാം. ഡുക്രേയി വഴി ഉണ്ടാകുന്നത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടുള്ള സോഫ്റ്റ് ചാങ്ക്രോയിഡ് ആണ്. ചാങ്ക്രോയിഡ് നമ്മൾ പറയുമെങ്കിൽ കൃത്യം പറയുകയാണെങ്കിൽ സോഫ്റ്റ് ചാങ്ക്രോയിഡ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 4 to 14 ഡേയ്സ് ആണ്. എവിടെയാണ് പ്രശ്നം വെച്ചാൽ പെയിൻഫുൾ ലീഷൻ വിത്ത് ഇറഗുലർ എഡ്ജ് ആണ്. എവിടെയാണ്? ജെനിറ്റൽ ഏരിയയിലാണ്. ജെനിറ്റൽ ഓർ പെരിഏനൽ ഏരിയ അവിടെയൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ മെയിലാണെങ്കിൽ പെനീസിലായിരിക്കും, ഫീമെയിൽ ആണെങ്കിൽ ലേബിയയിൽ കാണാം, അല്ലെങ്കിൽ വജൈന, അവിടെയൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ തുടങ്ങുന്നത് ഒരു റെഡ് പാപ്യൂളായിട്ടായിരിക്കും. റെഡ് പാപ്യൂളായിട്ട് തുടങ്ങി അത് പസ്റ്റ്യൂൾ ആകുന്നു. പസ്റ്റ്യൂൾ പിന്നെ അൾസറിലേക്ക് മാറുന്നു. അൾസർ കഴിഞ്ഞിട്ട് ലിംഫ് നോഡ്സിലേക്ക് പോകുന്നു. ലിംഫ് നോഡ്സിനെ ബാധിച്ച് ലിംഫ് നോഡ്സിൽ ബുബോസ് ഉണ്ടാക്കും. ബുബോസ് നമ്മൾ പ്ലേഗിലൊക്കെ പറഞ്ഞ എൻലാർജ്ഡ് ലിംഫ് നോഡ്സ് ആണ് ഉണ്ടാവുക. സോ അപ്പോൾ ഇതാണ് ചാങ്ക്രോയിഡ് ഓർ സോഫ്റ്റ് ചാങ്ക്രോയിഡ് എന്ന് നമ്മൾ വിളിക്കും. ഷാങ്ക്രോയിഡ് എന്നും പറയാം. ആൻഡ് അടുത്തത് പാര ഇൻഫ്ലുവൻസ ആണ്. പാര ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും എൻഡോകാർഡൈറ്റിസ് ആണ് പ്രധാനം. ദെൻ ഫീമെയിലിനകത്ത് ജെനിറ്റോ യൂറിനറി ഇൻഫെക്ഷൻസ്, വജൈനൈറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും പാര ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. ദെൻ പിന്നെ 2 കൂടിയുണ്ട് ഈജിപ്റ്റിക്കം എന്ന് പറയുന്നത് അക്യൂട്ട് കണ്ടേജിയസ് പുരുലൻ കൺജങ്ക്റ്റിവൈറ്റിസ്. സോ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്, കണ്ണിലാണ് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. വേറെ പ്രധാനപ്പെട്ട സീരിയസ് പ്രശ്നം ഇത് മൂലമുള്ളത് ബ്രസീലിയൻ പർപ്പിൾ ഫീവർ എന്ന് വെച്ചാൽ മരണകാരണമൊക്കെ ആകാവുന്ന സീരിയസ് ആയിട്ടുള്ള BPP എന്ന് പറയുന്ന പ്രശ്നവും ഉണ്ടാകും. ഇനി ഇത് സ്പെസിമെൻ എടുത്തു കഴിഞ്ഞാൽ വളർത്താൻ നമ്മൾ പറഞ്ഞു ചില ഫാക്ടേഴ്സ് ഒക്കെ വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ബ്ലഡ് അഗറിൽ ചിലത് വളരുമായിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് ചോക്ലേറ്റ് അഗർ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുക നമ്മൾ പറഞ്ഞു. ദെൻ മക്കോങ്കി അഗർ നമുക്ക് ഉപയോഗിക്കാം. ഡുക്രോയ്ക്കായാലും ഇതൊക്കെ മതിയെങ്കിലും ഡുക്രോയ്ക്ക് GC അഗർ എന്ന് പറയുന്ന മീഡിയം ഉപയോഗിക്കാം. ആൻഡ് ഡുക്രോയുടെ ഇതിനകത്ത് വളരുമ്പോൾ ഉള്ള കോളനീസ് നോക്കിക്കഴിഞ്ഞാൽ കോക്കോബാസിലസ് ആണ്. കോക്കോബാസിലസ് ഒരു സ്കൂൾ ഓഫ് ഫിഷ് അറേഞ്ച്മെന്റ് ആണ്. അതിന്റെ പ്രത്യേകം അറേഞ്ച്മെന്റ് സ്കൂൾ ഓഫ് ഫിഷ് അറേഞ്ച്മെന്റ് എന്നാണ് നമ്മൾ പറയുക. ആൻഡ് ഈ സാധാരണ ഈ സ്പെസിമെൻ ഒന്നും നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ചിലപ്പോഴെങ്കിലും വളർത്താനായിട്ട് 5 to 10% കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ഇൻക്യുബേഷൻ പീരീഡിൽ നമ്മൾ കൊടുക്കാറ്. ഇനി ഹീമോഫിലസിന്റെ ബയോകെമിക്കൽ ടെസ്റ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞാൽ, ബയോകെമിക്കൽ ടെസ്റ്റുകൾ പറഞ്ഞാൽ ദീസ് ആർ ഓക്സിഡേസ് പോസിറ്റീവ് ആണ്. കാറ്റലൈസ് ഈസ് ഓൾസോ പോസിറ്റീവ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് സംഭവം റെഡിയാക്കും. ദെൻ ദേ വിൽ റെഡ്യൂസ് നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആക്കി റെഡ്യൂസ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യും, ഗാലക്ടോസിനെയും ഫെർമെന്റ് ചെയ്യും. പക്ഷേ ഫെർമെന്റ് ചെയ്യാത്തത് സുക്രോസിനെ ഫെർമെന്റ് ചെയ്യില്ല, ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യില്ല, ആൻഡ് ഓൾസോ മാനിറ്റോളിനെയും ഫെർമെന്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി മറ്റ് ടെസ്റ്റുകൾ ഇൻഡോൾ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. യൂറിയേസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ്, മിക്കവാറും എല്ലാം പോസിറ്റീവ് ആണ്. ദെൻ ഓർണിത്തിൻ ഡീകാർബോക്സിലേസ് ഈസ് ഓൾസോ പോസിറ്റീവ്. ഇനി ടൈപ്പ് B ക്യാപ്സുലാർ ആന്റിജൻ ഉള്ള ഹിബിന് എതിരെ നമുക്കൊരു ടെസ്റ്റ് ആണ് ലാറ്റക്സ്. അതിന്റെ പാർട്ടിക്കിൾ കൊണ്ട് അതിനെ കോട്ട് ചെയ്തിട്ട് അതിന്റെ ആന്റിബോഡി ഉപയോഗിച്ചിട്ട് അഗ്ലൂട്ടിനിൻ ടെസ്റ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ലാറ്റക്സ് അഗ്ലൂട്ടിനിൻ ടെസ്റ്റ് എന്ന് വിളിക്കും. അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്നാണ് വിളിക്കുക. ദെൻ ചില മറ്റു ടെസ്റ്റുകൾ കൂടി ഒന്ന് ജസ്റ്റ് കേട്ടു വെക്കുക. പോർഫൈറിൻ
സാലറിൻ ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഡിമെൽകോ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡുക്രൈക്കാണ്. ഡുക്രൈക്ക് ഡിമെൽറ്റോ ടെസ്റ്റ് ഒക്കെ ചെയ്യാറ്. ആൻഡ് അവസാനമായിട്ട് HIV ഹിബിനെതിരെയുള്ള വാക്സിൻ ആണ്. വാക്സിൻ അവൈലബിൾ ആണ്. പെൻറ്റാവാലന്റ് വാക്സിൻ കോമ്പിനേഷൻ ആണ്. പെൻറ്റാവാലന്റ് വാക്സിൻ കോമ്പിനേഷൻ ഇപ്പോൾ DTP പ്ലസ് ഹിബ് പ്ലസ് ഹെപ്പറ്റൈറ്റിസ് B ഇതാണ് കൊടുക്കുക. 6ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ച വീക്സിൽ കൊടുക്കുക. പിന്നെ 15നും 18നും ഇടയിൽ, മാസത്തിനിടയിൽ കൊടുക്കാം. അപ്പോൾ ഹിബ് ഇതൊക്കെ മൂലമുള്ള മെനിഞ്ചൈറ്റിസിൽ നിന്ന് കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിബിനെതിരെ വാക്സിൻ കൊടുക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.